ഹലോ എവ്രി വൺ, എല്ലാവരും എന്ത് പറയുന്നു? പിന്നെ ഞാൻ ഓർത്തെ എന്താണെങ്കിലും കുറേ നാൾ കഴിഞ്ഞിട്ടൊരു വലിയ ബ്രേക്കിന് ശേഷമല്ലേ ഒരു വീഡിയോ എടുക്കണം. എന്നാൽ പിന്നെ വിശാലമായിട്ടൊരു സ്പെഷ്യൽ കുക്കിംഗ് തന്നെ നടത്തിക്കളയാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ മീൻസ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു തൃശ്ശൂരുകാരി ആണെങ്കിലും ഒറിജിനലി ഒരു എറണാകുളംകാരിയാണ്. ടു ബി സ്പെസിഫിക്, ഒരു വൈപ്പിൻകാരിയാണ്. അപ്പോൾ എൻ്റെ എന്താ പറയുക, ഓർമ്മ വെച്ച നാൾ മുതൽ അവിടെ നിന്ന് തൃശ്ശൂർക്ക് പോകുന്നത് വരെ ഓരോ സ്പെഷ്യൽ ഒക്കേഷൻ, അതിപ്പോൾ വീട്ടിൽ തന്നെയാണെങ്കിലും വേറെ ആരെങ്കിലും ഒരു ആഘോഷം നടത്തുന്നുണ്ടെങ്കിലും മിക്കവാറും ഒരു 2 കോഴ്സ് മീൽ അല്ലെങ്കിൽ ഒരു 3 കോഴ്സ് മീലാണ് ചെയ്യുമായിരുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ അതിന് ലോക്കലി പറയുന്നത് ഇങ്ങനെ വലിയ വാക്കുകളൊന്നുമല്ല, ചുമ്മാ പറയും നമ്മൾ പരിപാടിക്ക് ഉദ്ദേശിക്കുന്നത് ഡിഷാണ്. അപ്പം അതിൻ്റെ അർത്ഥം അതൊരു 2 കോഴ്സ് അല്ലെങ്കിൽ 3 കോഴ്സ്, മേ ബി ഒരു 4 കോഴ്സ് മീല് ആണ് ചെയ്യാൻ പോകുന്നതെന്നാണ്. അപ്പോൾ ഒരു പരിധിവരെ എല്ലാവർക്കും ഒക്കെ അറിയാൻ പറ്റുമായിരിക്കും അത്. എന്നാലും ഞാനിനി അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ എന്താ പറയുക, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അപ്പോൾ ആദ്യം അത് ഇങ്ങനെ ആ കാലങ്ങളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുഫേ സിസ്റ്റം ഒന്നും അത്രയ്ക്ക് തുടങ്ങിയിട്ടില്ല. അപ്പം നമ്മൾക്കൊരു ഒരു ബ്രേക്ക് വന്നു, ഒരു ഡെലിവറി വന്നതാണ്. അപ്പം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, 2 കോഴ്സ് മീൽ അല്ലെങ്കിൽ 3 കോഴ്സ് മീൽ അല്ലെങ്കിൽ ഒരു 4 കോഴ്സ് മീൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഡിഷ് എന്നാണ് പറയുക. അപ്പോൾ അതിൽ ആദ്യം അത് ഒരു സിറ്റ് ഡൗൺ മീലായിട്ടാണ് പണ്ട് ചെയ്തിരുന്നത്. അതായത് ബുഫേ ഒക്കെ ഇൻട്രൊഡ്യൂസ് ആവുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ടേബിളിൽ ഇരുന്ന് കഴിക്കും. അപ്പോൾ ആദ്യത്തെ പ്ലേറ്റിൽ ആദ്യത്തെ സംഭവം വരും, അത് കഴിയാറാവുമ്പോഴേക്കും രണ്ടാമത്തെ പ്ലേറ്റ് വരും, കഴിയാറാവുമ്പോഴേക്കും മൂന്നാമത്തെ പ്ലേറ്റ് വരും, ഡിപ്പെൻഡിങ് എത്ര കോഴ്സിൻ്റെ മീലാണെന്ന് വെച്ചാൽ. അപ്പോൾ ഒരു ടിപ്പിക്കൽ ആ സ്ഥലത്ത് ആ ഏരിയയിലൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു മീൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ പ്ലേറ്റിൽ പൊതുവേ വിളമ്പാറ് ഫിഷ് മോളി, അതല്ലെങ്കിൽ സ്റ്റ്യൂ. അത് ചിക്കൻ സ്റ്റ്യൂ ആവാം, ബീഫ് സ്റ്റ്യൂ ആവാം, എന്തെങ്കിലും അങ്ങനത്തെ. പിന്നെന്ന് വെച്ചാൽ ആ സ്ഥലത്തേക്ക് ഈ സ്റ്റ്യൂവിനെ പറയുന്നതും വ്യത്യാസമായിട്ടാണ്. ഇഷ്ടു വളരെ ലോക്കലി പറയുവാണെങ്കിൽ ഇഷ്ടു ഒപ്പം ചോറും കറിയാന്ന് പറയും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ പറഞ്ഞ പോലെ സ്റ്റ്യൂ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഫിഷ് മോളി, പിന്നെ അതിൻ്റെ കൂടെ ബ്രെഡ് അല്ലെങ്കിൽ അപ്പം. പിന്നെ രണ്ടാമത്തെ പ്ലേറ്റിൽ ഒരു കട്ട്ലറ്റ്. അത് മിക്കവാറും ബീഫിൻ്റേതായിരുന്നു അന്നൊക്കെ സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് കുറച്ചും കൂടെയൊക്കെ മോഡിഫൈഡ് ആയിട്ട് വേറെ പലതിൻ്റെയും കട്ട്ലറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ടൈമിലൊക്കെ എന്താണെങ്കിലും ബീഫ് കട്ട്ലറ്റാണ് പൊതുവെ. പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു സാലഡ്, അത് ചെറിയൊരു ഇതിൽ പറയുവാണെങ്കിൽ അണിയൻ സാലഡ്, പക്ഷേ നമ്മൾ ലോക്കലി അതിനെ സള്ളാസ് എന്ന് പറയും. വേറൊന്നുമല്ല, സവാള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് വിനാഗിരിയും പച്ചമുളകും ചിലപ്പോൾ കുറച്ച് ടൊമാറ്റോ ഇട്ടിട്ട് അതൊരു സൈഡിൽ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു റോസ്റ്റ്, അതായത് ചിക്കൻ റോസ്റ്റ്, ഡക്ക് റോസ്റ്റ്, പോർക്ക് റോസ്റ്റ്, അങ്ങനെ ഒന്ന്. പിന്നെ അതിൻ്റെ സൈഡായിട്ട് ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ മമ്മി സെർവ് ചെയ്യുമായിരുന്നു, അതായത് എന്താ ഇതിനെ പറയണേ, കടച്ചക്ക ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് അത് അതിൻ്റെ സൈഡിൽ വെക്കുമായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ ആക്ച്വലി ചെയ്തിട്ടുണ്ട് മുന്നേ, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. പിന്നെ അതല്ലെങ്കിൽ വെണ്ടയ്ക്ക വാട്ടി വയ്ക്കും. അപ്പോൾ അങ്ങനെ സെക്കൻഡ് പ്ലേറ്റ് കഴിഞ്ഞു. ഇനി തേർഡ് പ്ലേറ്റിൽ നല്ല ചൂടുള്ള ചോറും അതിൻ്റെ കൂടെ ഒരു ചാറ്, അത് മിക്കവാറും മോര് ചാറാണ് ചെയ്യാറ്. പിന്നെ അതിൻ്റെ കൂടെ നല്ല
മീൻ വറ്റിച്ചത്. ഈ മീൻ വറ്റിച്ചത് എന്ന് പറയുന്നത് നമ്മുടെ ചുമന്ന കറിയാണ്. അങ്ങനെ നല്ല എന്താ പറയുക, നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പരുവത്തിലുള്ള മീൻ വറ്റിച്ചത്, പിന്നെ ഒരു മെഴുക്ക് വരട്ടി. അതിപ്പോൾ എൻ്റെ ഓർമ്മയിൽ വീട്ടിലത്തെ കാര്യം പറയണമെങ്കിൽ അത് മിക്കവാറും ഒരു അച്ചിങ്ങ മെഴുക്ക് വരട്ടി ആയിരിക്കുമായിരുന്നു. പിന്നെ ഒരു അച്ചാറ്, ചിലപ്പോൾ ഒരു പപ്പടം, ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ചിലപ്പോൾ ബീഫ് ഒരു ഡ്രൈ പ്രിപ്പറേഷൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. അപ്പം അത്രയൊക്കെയാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഒരു ഡെസേർട്ടും കൂടെ വേണമല്ലോ. അപ്പം അത് മിക്കവാറും ഒരു ഐസ്ക്രീമോ പിന്നെന്താ ഫ്രൂട്ട് സാലഡ് വിത്ത് കസ്റ്റേർഡ്. ഇനി ഇതിനൊക്കെ അപ്പുറത്തായിട്ട് വളരെ പ്രാക്ടിക്കലി അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടിയിട്ട് സെർവ് ചെയ്തിരുന്ന ഒന്നാണ് ഒരു സ്ലൈസ് ഓഫ് പൈനാപ്പിൾ. കാരണം അത് പറയുന്നത് നമ്മുടെ ഡൈജഷൻ ഒത്തിരി എന്താ പറയുക വേഗത്തിലാക്കുന്ന പറയാറ് പൈനാപ്പിൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഹെവി മീൽ, അതിപ്പോൾ ഇങ്ങനത്തെ ഒരു 2 കോഴ്സ് 3 കോഴ്സ് മീൽ കഴിയുമ്പോഴും അല്ല, ആ സമയത്തൊക്കെ നമ്മൾ ബിരിയാണിയോ അങ്ങനത്തെ ഒരു ഹെവി മീൽ കഴിയുമ്പോഴും ഒരു ഡെസേർട്ടായിട്ട് അന്ന് സെർവ് ചെയ്തിരുന്നത് പൈനാപ്പിൾ സ്ലൈസാണ്. അപ്പോൾ അങ്ങനെയാണ് ഡിഷ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇന്നെന്തായാലും അങ്ങനെ ഒരു ഡിഷ് തന്നെ ചെയ്ത് കളയാമെന്ന് ഓർത്തു. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ശരി, എന്നാ എൻ്റെ മോളുണ്ട് കേട്ടോ കൂടെ, ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട്. എളുപ്പമല്ല മക്കളെ ഇത് മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇതാണ് മിഷൻ. അപ്പം ഞങ്ങൾ തുടങ്ങട്ടെ. ആദ്യം തന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അടുപ്പിക്കട്ടെ. മുരുകറിയിൽ കുറച്ചധികം കിടക്കട്ടെ അല്ലേ. കുഞ്ഞുള്ളി എന്തായാലും 3 കൂട്ടങ്ങൾക്ക് വേണം. അപ്പോൾ ബീഫ് കട്ട്ലറ്റ്. ഇന്ന് ഞാൻ കട്ട്ലറ്റിൽ കുറച്ച് കുഞ്ഞുള്ളി ഇടാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ ഫിഷ് പറ്റിച്ചത് യെസ്, ഐ തോട്ട് ഇറ്റ് ഈസ് വറ്റിച്ചത്. ലോക്കലി പറ്റിച്ചതെന്നും പറയും. ഓക്കെ. പിന്നെ അച്ചിങ്ങ ഉലത്തിയതിന് കുറച്ചധികം വേണം. ഓക്കെ, ഡൺ. So much water, ma. So much water. You need to wash well. പിന്നെ ഈ പച്ചക്കറികളൊക്കെ കഴുകുന്നതേ നമ്മളെപ്പോഴും അത് കട്ട് ചെയ്യുന്നതിന് മുന്നേ കഴുകിയെടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ന്യൂട്രിയൻസൊക്കെ ചുമ്മാ അതിൽ കൂടെ ഡ്രെയിൻഡ് ഔട്ട് ആയി പോകും. അപ്പോൾ ഈ ഉള്ളി, സവാള, ഇഞ്ചി, പിന്നെ പച്ചക്കറികൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒത്തിരി ചെയ്യാനുണ്ടെങ്കിൽ ഇതുപോലൊരു എന്തെങ്കിലും ഒന്ന് വിരിച്ചിടും. അപ്പം എന്ന് വെച്ചാൽ നമുക്കത് കഴിയുമ്പോൾ അതേപടി എടുത്ത് കളയാമല്ലോ. പിന്നെ തന്നെയല്ല, ഇപ്പൊ ഒത്തിരി നിൽക്കാനായിട്ട് കുറച്ച് എന്താ പറയാ, കുറച്ച് ബാക്ക് പെയിനും അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഒത്തിരി നേരം നിന്നിട്ടുള്ള പണികളും ശ്രദ്ധിച്ച് കുറച്ചേക്കാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒത്തിരി ചെയ്യാനുള്ളപ്പോൾ ഇരുന്ന് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ നിന്നാണെങ്കിൽ ഇരുന്നാണ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു ഷീറ്റ് എന്തെങ്കിലും എടുത്തിടും. അതിപ്പോൾ കളയാനുള്ള ഒരു പേപ്പറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് വിരിച്ച് ചെയ്തിട്ട് അതെപ്പടി കഴിയുമ്പോൾ നമുക്ക് ആ ജോലിയൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടില്ലേ. അപ്പൊ അങ്ങനെ. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ കേട്ടോ. പാട്ടൊക്കെ പാടിക്കോ, എളുപ്പവിടെ പണികള്. മിഷൽ അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന കൂട്ടത്തിലാണ് കേട്ടോ. പിന്നെ ഇതുപോലെ അത്യാവശ്യം പാടില്ല എന്ന് പറയാനും പിടിക്കുകയാണ്. എനിവേ നമ്മൾ അടുത്ത് തന്നെ മോളുടെ ഒരു പാട്ട് ഷെയർ ചെയ്യാം.
ഹസ്ബൻഡും കൂടെ ജോയിൻ ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്. അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ടി വന്നു. അപ്പൊ പിന്നെ എന്തായാലും തീരുമാനിച്ചതല്ലേ ഇന്ന് ചെയ്യാൻ, എന്നാ പിന്നെ ഞാനും മോളും കൂടെ തന്നെ തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. There was one more. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നോൺ വെജ് ക്ലീൻ ചെയ്തെടുക്കാനും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. കണ്ടോ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചുമ്മാ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്കങ്ങ് കളയാവുന്നതേ ഉള്ളൂ. നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന പല സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പേപ്പറോ അതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഷീറ്റ്സ് ഒക്കെ കിട്ടണില്ലേ, അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ഒത്തിരി ചെയ്യാനുള്ളപ്പോൾ എളുപ്പമല്ലേ. തന്നെയല്ലേ നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നും ഒക്കെ ചെയ്യാമല്ലോ. ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് അച്ചിങ്ങ വേവിക്കാൻ വെച്ചേക്കാം. ഒരൽപ്പം ഉപ്പും പിന്നെ പേരിന് വെള്ളം കേട്ടോ, ഒത്തിരി ഒഴിക്കരുത്, ഒരൽപ്പം മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഗ്ലൗസ് ഒക്കെ എന്തിനാ ഇടണെന്നല്ലേ ചിന്തിക്കണം. വെണ്ടയ്ക്ക കഴുകാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വെണ്ടയ്ക്ക, ചൊരക്ക അങ്ങനത്തെയൊക്കെ കഴുകുമ്പോഴേ അതിൻ്റെ ആ സ്റ്റെമ്മിൻ്റെ അടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയൊരു ഇതുണ്ടാവില്ലേ, എന്തെന്നാ അതിനെ പറയണേ, സാധാരണ അതിൻ്റെ മീശ എന്നൊക്കെ പറയും, അത് എൻ്റെ സ്കിന്നിൽ കയറും. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കയ്യിൽ ഒന്ന് ഗ്ലൗസ് ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറെങ്കിലും ഇട്ടിട്ടാണ് കഴുകാറ്. നമുക്ക് ഇന്നത്തേക്ക് ഇത്രയ്ക്ക് വെണ്ടക്കയുടെ ആവശ്യമില്ല, പക്ഷെ എന്നാലും ഒരു കഴുകിയിട്ടൊന്ന് ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാലേ പിന്നീട് ഒരു മെഴുക്കുരട്ടിയോ എന്തെങ്കിലും ചെയ്യാമല്ലോ, അന്നത്തേക്ക് എളുപ്പമായി കിട്ടും. Ma told me to take one out and fufu and try it, so I don't know. fufu കഴിച്ചോക്കെ ആയിട്ടില്ല. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അതായത് ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്, അപ്പം മെഴുക്കുവരട്ടി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇത് ഓഫ് ചെയ്യണേ. ഇങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് ഇൻഗ്രീഡിയൻസ് കഴുകാനുള്ളതൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് കഴുകി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യണ സമയത്ത് എളുപ്പമായിരിക്കും. എല്ലാം സൈഡിൽ റെഡിയാക്കി വെച്ച് കുക്ക് ചെയ്യാൻ നിന്നാലുണ്ടല്ലോ ഇടയ്ക്ക് ഓടേണ്ട ആവശ്യമില്ല അതിന്. Again washing. But it's a different ingredient, you see. Still, it's again washing. By the way, എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ ഒന്നുമില്ല. ഇവിടെ വലിയ സാധനങ്ങളൊന്നും വേണ്ട. ഒരു നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഒരു സംഭാരോ അങ്ങനെ എന്തെങ്കിലും തന്നാ മതിന്നേ. അത്ര മതിയോ? സോറി ട്ടാ, ഒന്നുമില്ല ഇപ്പൊ. എന്തൊരു മോളാന്ന് നോക്കിയേ. വെള്ളം ചോദിച്ചാൽ തരൂലടാ. വെള്ളം തരാം, വെള്ളം അല്ലല്ലോ ചോദിച്ചാ. അത് ശരിയാണ്, പക്ഷേ പാവല്ലടാ ഞാൻ. No, not possible, sorry. വീണ്ടും കഴുകണം. ഇത് കട്ട് ചെയ്യാനിരിക്കുമ്പോഴല്ലേ എളുപ്പം നീ കാണും. അപ്പൊ പറയും, You mean no കരച്ചൽ? കരച്ചിലുണ്ടാവും, but less കരച്ചൽ? No. Yeah, dude. അണ്ണിയെണ്ണ ലെസ് കരച്ചിലൊന്നും ഇല്ലടാ. If you soak it in water, it's supposed to reduce. Okay, let's see. We shall take feedback.
ഓക്കേ. അതുപോലെ ഈ പൊട്ടാറ്റോസും കൂടെ ഒന്ന് വേവിക്കാൻ വെച്ചേക്കാം. ചിക്കൻ വെള്ളത്തിലേക്ക് ഇടുന്നതിന് മുന്നേ ഇങ്ങനെ എന്തെങ്കിലും കളയാനുള്ളത് അതുമ്മലുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലീനിങ് എളുപ്പമായിരിക്കുള്ളൂ. ചില സമയത്ത് ഇങ്ങനെ അതുമ്മലൊരു നെയ്യ് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂട്ടം കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളയാൻ അതുമ്മ ഉണ്ടാവില്ലേ, ഒരു പാട പോലെ ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റിയതിന് ശേഷം വെള്ളത്തിലേക്ക് ഇടണം. ആദ്യത്തെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് വെള്ളമൊഴിച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ ഒരു അല്പം വിനാഗിരി ഇട്ടും കൂടെ കഴുകി കഴിഞ്ഞാൽ അതിലുള്ള ആ ഒരു അതിനെന്ത് മണം എന്ന് പറയും, ഒരു ചിക്കൻ മണം ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറിക്കിട്ടും. എത്ര അത്യാവശ്യം ഒരു ഇച്ചിരി വിനീഗർ ഒഴിച്ചു. ഇപ്പം അതിന് ശരിക്കും വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒരു ഇറച്ചിമേന്ന് ഇങ്ങനെ ഒരു വഴുവഴുപ്പ് പോലെയൊക്കെ അങ്ങ് പൊക്കോളും. ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് എടുത്തു കഴിഞ്ഞാൽ റെഡി. നേരത്തെ വെണ്ടക്കയുടെ കാര്യം പറഞ്ഞ പോലെ ചിക്കനിലെ എല്ലാ പീസുകളും ഒന്നും എടുക്കുന്നില്ല കേട്ടോ. 3-4 പീസ് വെച്ചിട്ടെ ബാക്കി മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ലാസ്റ്റ് റിൻസാണ്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റും. ചിക്കനിന് ചെയ്ത പോലെ കുറച്ച് വിനീഗർ ഇതിലേക്കും ഇടുകയാണ് ബീഫ് കഴുകാനായിട്ട്. ബേസിക്കലി ഞാൻ എന്ത് ഇറച്ചി ചെയ്താലും വിനീഗർ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കും. ഫിഷും കൂടെ കഴുകിയെടുക്കാണ്. എന്നിട്ട് നന്നാക്കി കിട്ടും. അതുകൊണ്ട് പിന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു പണി കുഴപ്പമില്ല. കാരണം ഇത് എല്ലാ ഫിഷും എല്ലാവർക്കും നന്നാക്കി എടുക്കാൻ അറിയണമെന്നില്ലല്ലോ. നന്നാക്കി കിട്ടുന്നത് കൊണ്ട് ആ പണി നല്ലൊരു എളുപ്പമാണ്. ഇത് ഫിഷ് മോളിക്കുള്ള ഫിഷ് പീസുകളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ പീസായിരുന്നു വേണ്ടിയിരുന്നത്. പിന്നെ ആ ഫിഷ് കടയിൽ ഇങ്ങനെ ഇത്രയുള്ള ഫിഷേ ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ല, എന്നാലും ഒരു ഭംഗി കിട്ടണമെങ്കിൽ അത് പ്ലേറ്റിൽ സെർവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു വലിയ വീതിയുള്ള പീസായിരിക്കും. മീൻ കറി, മീൻ വറ്റിച്ചതെന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള പീസുകളാണ്. അതും കൂടെ കഴുകിയെടുത്തേക്കാം. ഇവിടെ ഹസ്ബൻഡും മോളും തല കഴിക്കില്ല കേട്ടോ. അപ്പോൾ കറി ഫിഷ് ഉണ്ടാക്കുമ്പോൾ തല ഉണ്ടെങ്കിൽ അത് എനിക്കാണ്. ആദ്യമൊക്കെ കാണണതും അവർക്കത് വിഷമമായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഇഷ്ടം ഓർക്കുമ്പോൾ അവരങ്ങനെ സഹിച്ച് ഇപ്പോൾ കുഴപ്പമില്ല. കണ്ണൊന്ന് മാറ്റുകയാണ്. കാരണം കണ്ണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രശ്നമായി പോകും.
എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ണ് മാത്രം എടുത്ത് കഴിക്കുമായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവരുടെ കൂടെ കൂടി കൂടി അങ്ങനെ കണ്ണ് കാണുമ്പോൾ എനിക്കും ഒരു വിഷമം പോലെയാണ്. ഇത് സ്കിന്നെടുത്ത് മാറ്റിയിട്ടുള്ളതാണ്, അപ്പം അതുകൊണ്ട് വലിയ വൃത്തിയാക്കലൊന്നും ഇല്ല. ഇനി ബാക്കി കഴുകിയെടുത്താൽ മതി. അപ്പം നേരത്തെ കഴുകി വെച്ചിരുന്ന ചിക്കനിൽ നിന്ന് ഒരു 4 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തേക്കാം. പിന്നെ ഇതൊരു ട്രഡീഷണൽ ചിക്കൻ റോസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. എങ്കിലും ഒരു ഡ്രൈ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളിങ്ങനെ ഈ ചിക്കൻ വരയില്ലേ, അപ്പോൾ ശ്രദ്ധിച്ച് നോക്കി ഇങ്ങനെ ഒരു വര വര പോലെ ഉണ്ടാവും. അതുമേ അതിൻ്റെ ഓപ്പോസിറ്റ് വരയണം. അപ്പോഴാണ് നമുക്ക് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് എന്താ പറയണ്ടേ, ആ മാരിനേഷനൊക്കെ നല്ല കറക്റ്റായിട്ട് ഉള്ളിൽ പോയി പീസായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, നാര് പോലെ നിൽക്കും. ഓക്കെ, ഇനി ഇതിൽ മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇട്ടേക്കാം. ഓക്കെ, അപ്പം നമുക്ക് മിഷേലിൻ്റെ ഹെൽപ്പ് എടുക്കാം. ഇനി ഇച്ചിരി ഉപ്പിടും, അത്ര പോലും ശരി വെക്കണം. ഓക്കെ, ബസ് now some garlic powder, ginger powder What is ginger powder? ginger powder and onion Garlic powder, how much? നമുക്ക് ഒരു ചെറിയ സ്പൂൺ ഗാർലിക് പൗഡർ ഇടുന്നുണ്ട്, ഒരു ചെറിയ സ്പൂൺ ജിഞ്ചർ പൗഡർ ഇടുന്നുണ്ട്. പേര് മാറ്റാം, ജിഞ്ചർ പൗഡർ. ജിഞ്ചർ പൗഡർ അപ്പം ഇനി തൊട്ട് നമുക്ക് അങ്ങനെ പറയാം. അത്ര കേട്ടോ. അണിയൻ പൗഡർ കുറച്ച് ഒരു അധികം വേണ്ട, അല്ലെങ്കിൽ ഒരു മധുരം പോലെ വരും. അപ്പം അണിയൻ പൗഡർ ഒരു ഹാഫ് ടീസ്പൂൺ. Yeah, that's not half. Okay, that's quarter. You said half. Yeah, that much is good. Okay. ഇത് നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചേക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ലൊരു ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ ഉണ്ടായി കഴിയുമ്പോൾ ഒരു വെളുപ്പിച്ചിരിക്കും. What does that mean? വെളുത്തിരിക്കുന്നു. ഇനി ബാക്കിയുള്ള മസാലകളില്ലേ, അതൊക്കെ നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പം ഇതെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചുമ്മാ ഇങ്ങനെ ഇതിൽ കിടന്നൊന്ന് കളച്ചാൽ മതി. കണ്ടോ, തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ആരോടെങ്കിലൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ കുറച്ച് അതമ്മലോട്ട് തീർത്തോ. ഇങ്ങനെ കുത്തി തീർത്തോ. ഓക്കെ, അപ്പം ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഈ ഫിഷും കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം. മിഷേൽ ഉപ്പും മഞ്ഞളും ഇട്ടതായോ? ഓക്കെ, യെസ്. No, that much will be little more. Okay, now some salt. വെറും മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഇത്
ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി കേട്ടോ. I think that will do, no? Because So this one? or maybe a little more. മിഷേലിൻ്റെ ഉപ്പിൻ്റെ കണക്കൊക്കെ കറക്റ്റാണ് എപ്പോഴും. നമ്മളുടെ ടേസ്റ്ററാണ് ആള്. ഈ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വറുക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്കതൊന്ന് വറുത്ത് ചെയ്യുമ്പോഴാണ് നന്നായി തോന്നിയിട്ടുള്ളത്. പിന്നെ അത് ഉടഞ്ഞു പോവില്ല ഫിഷ്. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് വറുത്തിട്ടാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചേക്കാം, എന്നിട്ട് വറുത്തെടുക്കാം. ഓക്കെ, നമുക്ക് ഈ പൊട്ടാറ്റോ വെന്തത് ഇങ്ങോട്ട് മാറ്റിയേക്കാം. പിന്നെ ഈ കിച്ചണിലത്തെ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ടൈം മാനേജ്മെൻറ്റ്, എനർജി മാനേജ്മെൻ്റ് ഒക്കെ ശ്രദ്ധിക്കണം, നല്ലതാണ്. നമുക്കിപ്പോൾ ഈ എന്തായാലും ബീഫ് വേവിക്കണം. അപ്പോൾ ഈ സെയിം പാത്രം ഈ പൊട്ടാറ്റോ മാറ്റിയിട്ട് അതിലിട്ടാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എന്തായി, പാത്രം വെറുതെ കഴുകണ്ടല്ലോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തൊക്കെ അതിൽ സേവ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ മാറ്റി ഇച്ചിരി അധികം വെന്ത് പോയെന്ന് തോന്നുന്നു, സാരമില്ല. ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചേക്കാം. ജസ്റ്റ് വെള്ളം ഒന്ന് മാറ്റി ഞാനൊന്ന് റിൻസ് ചെയ്തെടുത്തു കുക്കർ. നമുക്ക് ഈ ബീഫ് ഇതിലേക്ക് ഇട്ടേക്കാം. ഞാനിങ്ങനെ വലിയ പീസാക്കിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ, കാരണം പലതരത്തിലുണ്ടാക്കാമല്ലോ കട്ട്ലറ്റ്. അപ്പം ഞാനിങ്ങനെ വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്തെടുക്കാൻ പോവാണ്. ഇങ്ങനത്തെ ഒരു വലിയ പീസ് ഇഞ്ചി നമുക്ക് വെറുതെ ഒന്ന് കുത്തി ചതച്ചതിലിട്ടേക്കാം കേട്ടോ. ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൽ നിന്നെടുത്ത് മാറ്റാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് അങ്ങനെ എത്ര വലുതാക്കി കട്ട് ചെയ്യണം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുത്തി ചതച്ച് അതിലിടുക. കുറച്ച് ഉപ്പിട്ടേക്കാം, പേരിന് ഇച്ചിരി ഒരു മഞ്ഞൾപ്പൊടി, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത്. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും കിടന്നോട്ടെ. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5-6 വിസിൽ അടുപ്പിച്ചെടുത്തേക്കാം. പിന്നെ ഈ 5-6 വിസിൽ എന്ന് പറയണത് ബീഫിൻ്റെ ഇതനുസരിച്ചിരിക്കും കേട്ടോ. ചിലപ്പോൾ അത് പോരാതെ വരും. അപ്പോൾ തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ വേവിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ ഇത് ഒരു 5-6 വിസിൽ കേൾപ്പിച്ചെടുത്തേക്കാം. ബീഫിൻ്റെ മാത്രമല്ല, കുക്കറിൻ്റെ ഇതിനനുസരിച്ചിരിക്കും. ചില കുക്കറിൽ അധികം ടൈം വേണ്ടി വരില്ല. അപ്പോൾ അതൊക്കെ അനുസരിച്ച് ഇതെന്തായാലും ഒന്ന് വേവിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെപ്പോഴും നോൺ വെജ് എന്ത് കഴുകി കഴിയുമ്പോഴും ആ സിങ്കും പിന്നെ അതിൻ്റെ ആ സൈഡിലത്തെ ഏരിയ ഒക്കെ ഒന്ന് അപ്പം തന്നെ കഴുകി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മണം അവിടെ നിൽക്കില്ല. ഞാൻ പൊതുവേ ചെയ്യാറ്, ആദ്യം ഒരു ഹാൻഡ് സോപ്പ് ഇട്ടിട്ടൊന്ന് കഴുകും. അതിനുശേഷം നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഇട്ടിട്ടും കൂടെ കഴുകി കഴിഞ്ഞാൽ പിന്നെ അവിടെ മീനും ഇറച്ചിയൊക്കെ എടുത്തതാണെന്നുള്ള ഒരു യാതൊരു ലക്ഷണം ഉണ്ടാവില്ല. അപ്പം തന്നെ അതങ്ങോട്ട് കഴുകി കഴിഞ്ഞാൽ പിന്നെ അതിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ നമ്മൾ മറന്നുപോയി അതിനകത്ത് വേറൊരു ഗ്ലാസ് കുടിക്കാനുള്ളത് കൊണ്ടുവന്നിട്ടു, സ്പൂൺ കൊണ്ടുവന്നിട്ടു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ആകെ ബുദ്ധിമുട്ട്. അപ്പം തന്നെ അത് കഴുകി കഴിഞ്ഞാൽ നല്ലതാണ്. അച്ചിങ്ങ വെക്കാനുള്ളതിൻ്റെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കും, കാരണം പയറുവർഗ്ഗത്തിൽ പെട്ടതല്ലേ അച്ചിങ്ങ. അപ്പോൾ ഗ്യാസിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാനായിട്ട്, പിന്നെ ഫ്ലേവറും നല്ലത് തന്നെയാണ്. വേപ്പിലയും വലിയ ഇലകളാണ്, അപ്പോൾ ഒന്ന് മുറിച്ചിട്ടാൽ നല്ലത്.
ഇപ്പം ഫിഷ് മോളിക്കുള്ള ഇഞ്ചിയും സവാളയും പച്ചമുളകും അരിഞ്ഞെടുക്കാം. പച്ചമുളക് എടുക്കണം. ഫിഷ് മോളിയുടെ കാര്യങ്ങൾ തുടങ്ങണം. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, കാരണം ഇതൊരു ടിപ്പിക്കൽ കേരള ഭക്ഷണമല്ലേ. അപ്പം അങ്ങനെയുള്ളത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ആ റൈറ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുക. ഒത്തിരി അങ്ങ് വെളിച്ചെണ്ണ ചൂടാവേണ്ട ആവശ്യമില്ല. ഞാൻ ഫിഷ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഒരുപാട് ഇങ്ങനെ ക്രിസ്പായി വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ഒരു എന്താ പറയുക, ചെറിയൊരു ഫേമായി കിട്ടണം ഈ പീസുകളൊക്കെ, അത്രേ ഉള്ളൂ. മീൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന നേരത്തിൽ നമുക്ക് ഈ അച്ചിങ്ങോലൊക്കെ എടുത്തേക്കാം. ഞാൻ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് എന്താ പറയുന്നത്, അങ്ങനെ ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ ഉള്ള ആ ഒരു സ്റ്റേജ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അച്ചിങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഈ ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഒരല്പം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നതിന് മുൻപേ അച്ചിങ്ങയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ആഡ് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ ഉലത്തി കഴിയുമ്പോൾ അയ്യോ ഉപ്പ് കൂടിയെന്ന് പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഫിഷ് ഒന്ന് മറിച്ചിട്ടേക്കാം. ഓൾമോസ്റ്റ് ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മുളക് ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ചതച്ച മുളക് ഇടുമ്പോഴേ മെഴുക്ക് വരട്ടിക്കൊക്കെ ഒരു ടേസ്റ്റ് കൂടുതലാണ്. നോക്കുമ്പോൾ ഫിഷ് മോളിക്ക് ആവശ്യമായിട്ടുള്ളൊരു രീതിയിലായിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റിയേക്കാം. ഇതിലെ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ മുളക് പൊടിയും ചതച്ച മുളകും എല്ലാം ആവശ്യത്തിന് മുരിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ലല്ലോ. ഈ മുളകിൻ്റെയും ചതച്ച മുളകിൻ്റെയൊക്കെ കുത്തു മാറി കിട്ടണം. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് ഈ അച്ചിങ്ങ ഇട്ട് കൊടുത്തേക്കാം. ഉപ്പ് നോക്കണോടാ? വേണ്ട വേണ്ട, ഐ ഹാവ് ഫുൾ കോൺഫിഡൻസ്. ഓക്കെ, ഇതിപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരുന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് മീനിൻ്റെ ബാക്കി പരിപാടിയിൽ പോകാം. മീനിൻ്റെ പണിക്ക് പോകാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അച്ചിങ്ങ ഉലത്തിയത് റെഡി. ഈ മീൻ വറുത്ത ബാക്കിയുള്ള എണ്ണ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കണം. അങ്ങനെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ടോ?
കാണിച്ചു കൊടുക്കാം. എല്ലാം കൂടിയിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടെ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു സന്തോഷവും ബുദ്ധിമുട്ടും. ഓക്കെ, ഇത് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറുന്നു, അത്രേ ഉള്ളൂ. ഒരു ഇച്ചിരി മീൻസ് ഇച്ചിരി ഉപ്പിട്ടേക്കാം. കാരണം നമ്മൾ മീൻ ഓൾറെഡി വറുത്തപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഗ്രേവിയൊക്കെ ആയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ടൊക്കെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഈ സവാളയുടെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വേഗമായി കിട്ടാൻ ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് വിനാഗിരി. ഇത്രയ്ക്കും എളുപ്പമുള്ള ഒരു ഫിഷ് മോളി റെസിപ്പി ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. കാരണം വലിയ എന്താ പറയുക ടീഡിയസ് സ്റ്റെപ്സ് ഒന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. മീൻ വറുത്തത് ഓൾറെഡി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഉണ്ടെങ്കിൽ ശടശടേന്ന് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കിക്കോട്ടെ കേട്ടോ. ആക്ച്വലി ഉണ്ട് ഉപ്പ് ഇച്ചിരി പുറകോട്ടാണ്, അത് ഇറ്റ്സ് ഓക്കെ. ബിക്കോസ് ആ ഫിഷ് പീസിൽ നിന്നുള്ള ഇതും കൂടെ വന്നു കഴിയുമ്പോൾ ശരിയാവും. ഒരല്പം മഞ്ഞൾ ആഡ് ചെയ്തേക്കാം. ശരിക്കും പറഞ്ഞാൽ സവാള വഴറ്റിന് നേരത്തെ ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ, ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഈ ഫിഷ് പീസസ് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇത് ഇളക്കണമെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ചാൽ മതി മാത്രം കേട്ടോ. കാരണം നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഇളക്കി വരുമ്പോൾ ഇത് ഉടഞ്ഞു പോരുതല്ലോ. ഇനി നന്നായിട്ടൊരു തിള വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തേക്കാം. അപ്പം ഇത് നല്ലപോലെ തിളച്ചൊരു 5 മിനിറ്റോളം മീനിൻ്റെ ഫ്ലേവറും ഇതൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് ഇതിനകത്തൊരു പൊടിക്കൈ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇതിൽ കുറച്ച് കാഷ്യൂനട്ട് അരച്ച് ചേർക്കാം. ഇന്ന് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്തതേ ഉള്ളൂ. ഇളക്കുമ്പോൾ സൂക്ഷിച്ച്, ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ചെയ്യണതാണ്. നല്ലൊരു തിള വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇപ്പം നല്ലൊരു തിള വന്ന് ഞാനിത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. വേപ്പില തണ്ടോടെ ആഡ് ചെയ്യാണ് കേട്ടോ. ഈ വേപ്പില എടുത്ത് മാറ്റാനുള്ളതാണ്, അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ തന്നെ ചേർക്കാം. എന്നിട്ടിത് മൂടി വെച്ചേക്കാം. ഒരു മിനിമം അരമണിക്കൂർ കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ റെഡിയാണ്. ഇനി ചിക്കൻ ചെയ്തെടുത്തേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഭയങ്കര മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു പേര്. എണ്ണ അധികം ഒഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് മൂടി വെച്ച് വേവിച്ചല്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തേക്കാം. കുറച്ചിങ്ങനെ തുറന്ന് വെച്ചാൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്തേക്കാം. ഇച്ചിരി സ്പേസ് ഇട്ടിട്ട് മൂടിക്കാം. ചിക്കൻ അവിടെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു കോട്ടിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യം ശരിയാക്കിയെടുക്കാം. ഒരല്പം ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ പൗഡർ, ഒരു ഇച്ചിരി അനിയൻ പൗഡർ, ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, അല്പം
മല്ലിപ്പൊടി, നാടൻ ഗരം മസാല എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഒരല്പം വെള്ളം ഒഴിച്ചേക്കാം കേട്ടോ. ചിക്കൻ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ബാക്കിയുള്ള വേവിൽ നമുക്ക് ഈ മിക്സ് ആഡ് ചെയ്തതിന് ശേഷം വേവിക്കാം. അതിലേക്ക് ഞാൻ ഇത് ആഡ് ചെയ്യുവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം ഈ തൈര് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞ് പോലെ ആയിരിക്കും. അപ്പം നല്ലപോലെ ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒന്ന് നന്നായി വേവിച്ചെടുത്തേക്കാം. ഇത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. മസാലയൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അവസാനമായിട്ട് ഒരല്പം മല്ലിയില ആഡ് ചെയ്ത് തീ ഓഫ് ചെയ്യാണ്. മൂടി വെച്ചേക്കാം. ഇതും ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്തിട്ട് കഴിക്കാനെടുക്കാവുന്നതാണ്. നമുക്ക് മീൻ കറി ഉണ്ടാക്കിയേക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അല്പം ഉലുവ, അല്പം കടുക്. കടുക് ഒന്ന് പൊട്ടണ വരെ ഇങ്ങനെ ഇരിക്കട്ടെ. അതല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ആ എണ്ണ പൊട്ടിത്തെറിക്കില്ലേ. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉള്ളി അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം സവാള, ഞാനിന്നിപ്പോൾ ഇവിടെ കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇനി ഇതിപ്പോൾ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, എങ്കിലും ചെറുതായി ഒന്ന് വരിഞ്ഞു കിട്ടും. ഉള്ളിയൊക്കെ അവിടെ ഇരുന്ന് മൊരിയുന്ന സമയത്തിൽ നമുക്കതിൽ ചേർക്കാനുള്ള പൊടികൾ തയ്യാറാക്കിയെടുക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി മല്ലിപ്പൊടി, അല്പം വെള്ളം ഒഴിച്ചെടുത്തേക്കാം. നമ്മൾ ഒത്തിരി എണ്ണ ഇല്ലാതെയല്ലേ ഉള്ളിയൊക്കെ മൊരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ പൊടികൾ നേരിട്ട് ചേർത്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പം ഇങ്ങനെ ഒരല്പം വെള്ളം കൂട്ടി ചേർത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിവിടെ അത്യാവശ്യം വരിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്തേക്കാം. ഇതിൻ്റെ ഈ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതിന് വേറൊരു രീതി ഞാൻ കണ്ടിരിക്കുന്നത്, ഈ ഡ്രൈ പൗഡേഴ്സ് എല്ലാം കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടും ആഡ് ചെയ്യും. അപ്പോൾ പിന്നെ ഇങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല, അതിങ്ങനെ ഉള്ളിയിലൊക്കെ കിടന്ന്. ഇതിൻ്റെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുക. ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചാൽ ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും പുളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഉപ്പ്, പുളി, മുളക് ഇതെല്ലാം സ്വന്തം ഇഷ്ടത്തിന് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാവുന്നതാണ് കേട്ടോ.
ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ടെ മൂടി വെച്ചിട്ട് ഇവിടെ ഇരുന്ന് ഈ പുളിയും ഉപ്പും മസാലകളൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് യോജിച്ച് വരട്ടെ. നല്ലൊരു തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരുന്ന് അതൊന്ന് കുറുകിക്കോട്ടെ. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഈ പാകത്തിലുണ്ട്. ഇതാദ്യം തന്നെ നെയ്യ് മാറ്റാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫ്ലേവർ ഒന്ന് വരാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഈ പീസ് മാത്രം എടുത്തിട്ട് അതിൽ നിന്ന് നെയ്യൊക്കെ മാറ്റി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇപ്പം ഇത് ഒരല്പം കുറുകിയിട്ടില്ലേ? ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പുളി വേണമല്ലോ, പുളി കുറവാണ് കേട്ടോ. ഞാൻ 2 പീസും കൂടെ ആഡ് ചെയ്യാം. ഈ പാത്രം ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്കത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചേക്കാം. കട്ട്ലറ്റിനുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തെടുത്തേക്കാം. ഇന്ന് ഞാൻ കുഞ്ഞുള്ളിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, സവാള ഇടുന്നില്ല. 4 പച്ചമുളക്, ഒരല്പം കറിവേപ്പില, ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഇഞ്ചിയും കൂടെ ഇടേണ്ടതായിരുന്നു, പക്ഷേ ഇഞ്ചി ഓൾറെഡി മിക്സ് ചെയ്തത് ഇവിടെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത് ചേർക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് പാത്രം ചുറ്റിച്ച് നോക്കട്ടെ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ മൂടി വയ്ക്കാതെ ഇതിൻ്റെ ചാറ് ഒരല്പം ഒന്ന് വറ്റിക്കോട്ടെ. ഇപ്പം ഇനി ഇതൊന്ന് നോക്കട്ടെ. ചാറൊക്കെ നന്നായി വറ്റിയിട്ടില്ലേ? അപ്പം ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും പുളിയും ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അതാ ഓക്കെ. അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം ഉലുവാപ്പൊടി, പിന്നെ ഒരല്പം കായപ്പൊടി, പിന്നെ ഒരല്പം വെളിച്ചെണ്ണ കട്ടയായിരിക്കുകയാണ്, അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് ചൂട് കൊണ്ട് ഉരുകിക്കോളും. പിന്നെ കുറച്ച് കറിവേപ്പിലയും പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരു സ്ഥലത്ത് കിടന്നാൽ ശരിയാവില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു മീൻകറി, പിന്നെ എത്ര ഇരിക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതിനി അവിടെ അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇപ്പോൾ ആ സവാളയും പച്ചമുളകും ഒക്കെ മാറ്റിയിട്ട് സെയിം ഇതിലേക്ക് ഇറച്ചിയിട്ട് കൊടുത്തേക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ പീസിൽ കണ്ടോ, അതിൻ്റെ ആ നെയ്യും അതൊക്കെ മാറ്റിയിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇത് മിൻസ് രൂപത്തിലല്ലെങ്കിലേ പേസ്റ്റ് പോലെ ആയിപ്പോൾ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഓക്കെ, കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി കട്ട്ലറ്റിനായിട്ട് ഇവിടെ വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതിലുള്ള ആ വെള്ളമയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർത്തും ഡ്രൈ ആവുന്നത് വരെ ഒന്ന് ഇതുപോലെ സോട്ടേ ചെയ്തെടുക്കണം. വെള്ളമയമൊക്കെ മാറി ഇനി നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി സംഭവങ്ങളില്ലേ, അതൊക്കെ ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ജിഞ്ചർ മിക്സ് ചെയ്ത് വെച്ചതുണ്ടെന്ന്, അത് ആഡ് ചെയ്യാണ്. അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും, ഫ്രീസറിൽ വെക്കും. അപ്പോൾ ഇങ്ങനെ എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ
എടുത്ത് ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നാടൻ ഗരം മസാലയാണ് കേട്ടോ, വീട്ടിൽ പൊടിച്ചിട്ടുള്ള കേരള ഗരം മസാല. ഇതൊരു 2 മിനിറ്റത്തേക്ക് അടച്ചു വെച്ചേക്കാം, നോക്കിയേക്കാം. ഇനി ഇത് കുറച്ച് കഴിച്ചു നോക്കട്ടെ കേട്ടോ, അതിൻ്റെ പച്ചപ്പൊക്കെ മാറിയോ. അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പും ചെക്ക് ചെയ്യണം. ഇതിൻ്റെ ഈ മിക്സ്ചറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പും എരിവും കുറച്ച് മുന്നേ നിൽക്കണം, കാരണം നമ്മൾ ഇതിനകത്ത് ഇനി പൊട്ടാറ്റോ ആഡ് ചെയ്യുമല്ലോ. ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ. മിഷേലിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ ആണോ? ആണ്. ഉപ്പും എരിവും ഒക്കെ ഓക്കെ. Mio. മസാല Mio. ഓക്കെ. അപ്പോൾ ഇനി ഇതിവിടെ ഓഫ് ചെയ്യുകയാണ്. ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറട്ടെ, അതുവരേക്കും സലാസ് ഉണ്ടാക്കിയിട്ട് വരാം. നമുക്ക് സലാസിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തേക്കാം. ശരിക്കും പറഞ്ഞാൽ ടൊമാറ്റോ ഇട്ടാൽ ടേസ്റ്റാണ്. ഇവിടെ ഇവർക്ക് 2 പേർക്ക് ഇഷ്ടമല്ല, അത് കാരണം പിന്നെ ടൊമാറ്റോ ആഡ് ചെയ്യാറുണ്ട്. ഇഷ്ടമല്ലെങ്കിലും you put in it sometimes. Sometimes yes, but mostly ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ ഉണ്ടാക്കാറുള്ളൂ. It's easier for you, no? അതുകൊണ്ട് മാത്രമാണ്. Yeah. അതുപോലെ ഈ പച്ചമുളക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കി അരിയണതാണ് ടേസ്റ്റ് ഇതിനകത്ത്. പക്ഷേ പച്ചമുളക് കടിക്കുന്നതും ഇവിടെ ഇഷ്ടമല്ല. അത് കാരണം ഇങ്ങനെ വലുതാക്കി ഇടും, അപ്പോൾ എടുത്തിങ്ങനെ മാറ്റാമല്ലോ. Ma, what's your feedback after soaking it in water and then you cutting onion? ഞാൻ ആയുധം വെച്ച് കീഴടങ്ങും. ശരിയാണ് കുട്ടി, എരിവ് കുറവാണ്. See, less crying. യെസ്, ട്രൂ. ഞാൻ വിനീഗർ കുറച്ച് ഒഴിക്കുകയാണ് ഇതിനകത്ത്. ഒരല്പം ഉപ്പും. ഇതിന് ശരിക്കും പറഞ്ഞാൽ പുളി മുന്നോട്ട് നിൽക്കുന്നതാണ് കുറച്ച് നല്ലതെന്നാണ് ഞങ്ങൾക്ക് പൊതുവേ തോന്നാറ്. പിന്നെ അതൊക്കെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ. അപ്പം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. സ്പൂൺ കൊണ്ട് ചെയ്താലും മതി കേട്ടോ. പിന്നെ എന്ന് വെച്ചാലേ ഈ മുളക് ഇങ്ങനെ വലുതൊക്കെ ആക്കി ഇട്ടിരിക്കുന്നത് കൊണ്ടും പിന്നെ ഇതിൽ ഈ ഉപ്പും പുളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം എന്നുള്ളത് കൊണ്ടും ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യണമെന്ന് മാത്രം. അപ്പം നമ്മുടെ സലാസ് റെഡി. ഉപ്പ് നോക്കടാ. It's okay. ഓക്കെ, ഒരല്പം കോൺഫ്ലവർ സ്ലറി ഉണ്ടാക്കുകയാണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ മുട്ടയുടെ വെള്ള അടിച്ചെടുത്താലും മതി, പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഇത് ബ്രെഡ് ക്രംസ്. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. കൈയൊന്ന് നന്നായി കഴുകി വരട്ടെ കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ചൂട് അത്യാവശ്യം ഒന്ന് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടാറ്റോ മിക്സ് ചെയ്തേക്കാം. നേരത്തെ വേവിച്ചതിൽ നിന്ന് 2 എണ്ണമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട്
വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ എപ്പോൾ പൊട്ടാറ്റോ ഒക്കെ വേവിച്ചാലും കുറച്ചധികം വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഒരു ആലു ഭാജി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ അതിന് വേണ്ടി സമയം ചിലവാക്കേണ്ട ആവശ്യമില്ലല്ലോ. 2 മതി. നന്നായി മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഭയങ്കര മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ചെറിയ പൊട്ടാറ്റോ കഷ്ണമൊക്കെ ഇരിക്കുന്നത് ഒരു രസമാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം അല്ലേ? കൊതിയല്ല മോനെ. എന്നെക്കാളും കൊതി നിനക്കല്ലടാ. You and me have same kodi. It's good. ഉപ്പ് വേണ്ടേ? പക്ഷെ സാലഡിൻ്റെ കൂടെയാണോ കഴിക്കാൻ പോണത്? ഉച്ചയോടെ വേണോടാ പ്ലീസ്. കാരണം ഇത് വറുത്ത് കഴിയുമ്പോൾ കുറച്ച് കുറയും. ഇപ്പം നോക്കൂ, സെയിംസ് ഓക്കെ. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഉരുളകളാക്കിയിട്ട് കോട്ട് ചെയ്യാം. അയ്യോടാ, ഞാൻ ആക്ച്വലി ടേബിൾ സ്പൂൺ മറന്നു. അതെ, വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാലേ നമ്മളിങ്ങനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ കിട്ടും. അടിപൊളിയല്ലേ? ഇവിടെ ഇരിക്കട്ടെ. Is there anything you liked when you were a kid, like specifically when you used to go for these kind of meals? ഇഷ്ടം and cutlet, but I used to hate ketchup in my Cutlet? cutlets at those days. And what about now? Now I like ketchup. So does that mean your taste has evolved or regressed? I think with you I've got a lot of what to say. Dude, I don't like ketchup anymore. Really? The person who used to have rice with ketchup. I said anymore. Any more, by the way. Maybe years before now, yeah? We don't talk about those years. Anyway, all for good. Cutlet എനിക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എപ്പോഴും ആ സെയിം ഇന്റൻസിറ്റി. No, my point is മമ്മിയുടെ കൂടെ ഇരിക്കുള്ളൂ ഇങ്ങനെ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ മീൽസിന് കഴിക്കുമ്പോൾ. കാരണം എന്നിട്ട് അത് ഓൾറെഡി സെർവ്ഡ് ആയിരിക്കുമല്ലോ പ്ലേറ്റിൽ. സോ ഐ യൂസ്ഡ് ലൈക്ക് പാസ് ഓൺ ഓൾ വാട്ട് ഐ ഡോണ്ട് ലൈക്ക് ടു ഹർ ആൻഡ് ദെൻ മേ ബി slowly take the cutlet from her plate also. Mama. Memories to cherish. എത്തിയില്ലല്ലോ. ഇന്നത്തെ പ്രോജക്റ്റിൽ നിന്ന് ഡെലിബറേറ്റ്ലി മിസ്സായി കളഞ്ഞതാണോ? പറയാൻ പറ്റില്ല. എനിക്കൊരു സംശയം. തിരിച്ചു വരട്ടെ, നമുക്ക് ശരിപ്പെടുത്താം. കുട്ടി വേണം ഫോർ യു.
baby one? Baby one. Okay. I feel like it's been a long time since we made cutlets. It's been ever since my back pain started. I haven't made any of these things. എഗ് വൈറ്റ്സോ അല്ലെങ്കിൽ ഇപ്പം ഈ കോൺഫ്ലവർ സ്ലറിക്ക് റൈറ്റ് ഹാൻഡാണ് ഉപയോഗിക്കണമെങ്കിൽ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യാൻ യൂസ് ദ ലെഫ്റ്റ് ഹാൻഡ്. If there are more cutlets, you'd be taking a separate plate, right, to keep the... Yes. It is better to have more space. more space. മറിച്ചിട്ട് കൊടുക്കാം. ആയിട്ടുണ്ട്. സെക്കൻഡ് പ്ലേറ്റിൻ്റെ സൈഡ് ഡിഷ് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഈ ലേഡീസ് ഫിംഗർ ഫ്രൈ ആണ്. അപ്പോൾ അതിങ്ങനെയൊന്ന് നടുവേ കീറിക്കഴിഞ്ഞാൽ ഉള്ളിൽ വല്ല പുഴുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ. അങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പ് തൂവി ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇങ്ങനെയൊന്ന് തൂവാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങനെ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. മൊരിഞ്ഞില്ല, ഒരു കച്ചാപ്പക്ക സ്റ്റേജിൽ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇളയ വെണ്ടയ്ക്ക നോക്കിയെടുത്താൽ മതി, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് പൈനാപ്പിളും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാം. ട്രഡീഷണൽ ഡെസേർട്ട് തന്നെ ആയിക്കോട്ടെ. ഇനി ഇതിൻ്റെ സാധാരണ ഈ പൈനാപ്പിൾ കഴിക്കുമ്പോഴേ പലർക്കും ചൊറിയും ചുണ്ട്. അത് കൂടുതലും ഈ ഒരു കറുത്ത അതിനെന്തെന്നാ പറയണേന്ന് എനിക്കറിയില്ല, അത് കഴിക്കുമ്പോഴാണ്. നമുക്കിതിങ്ങനെ
മുറിച്ച് കളയുകയാണെങ്കിൽ സ്വസ്ഥമായിട്ട് കഴിക്കാമല്ലോ. ഇങ്ങനെ ഈ മുറിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇത് വൈൻ കെട്ടാൻ ഉപയോഗിക്കാം. നന്നായി വരാറുണ്ട് വൈൻ, പൈനാപ്പിൾ വൈൻ, എല്ലാവർക്കും അറിയണതല്ലേ. എനിവേ ഇതിപ്പോൾ ഒന്നിനും എടുക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ചില ഭാഗങ്ങളിലെ ഇത് താഴെ വീണ് ചതഞ്ഞ് പോയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ ചതഞ്ഞ ഭാഗത്തൊക്കെ ഉണങ്ങിപ്പോയേക്കണം. അപ്പോൾ ബേസിക്കലി അതൊന്നും ചെയ്യണ്ട, കളയാനേ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ സ്ലൈസുകൾ കാണാനും ഭംഗിയില്ലേ. ഒരു കുറച്ച് സമയം എക്സ്ട്രാ വേണ്ടി വരുമെന്ന് മാത്രം, പക്ഷെ നല്ല സ്വസ്ഥമായിട്ട് കഴിക്കാൻ പറ്റും. വായ ചൊറിയോ ചുണ്ട് ചൊറിയോ എന്നൊക്കെയുള്ള പേടിയില്ലാതെ സ്വസ്ഥമായി കഴിക്കാം. ഉണങ്ങിപ്പോയ ഭാഗം ഒരു ഭംഗിയില്ലാണ്ടായിപ്പോയി. ഇനി അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞു. അപ്പം ഇനി പ്ലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം അല്ലേ. അതിന് മുൻപായിട്ട് ഈ വേപ്പില ഒന്ന് എടുത്ത് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് പ്ലേറ്റിലത്തൊക്കെ ഉള്ളത് ഫിഷ് മോളി. ചെറിയ സ്ലൈസ് ആയതുകൊണ്ട് ഞാനൊരു 2 പീസ് ഇതാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് പ്ലേറ്റ്. ഈ സെക്കൻഡ് പ്ലേറ്റിൽ നമുക്ക് ഈ ചിക്കൻ സെർവ് ചെയ്യാം. പിന്നെ ചിക്കൻ്റെ സൈഡാണ്. ഇത് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. പക്ഷെ ഒരു ശീലത്തിൻ്റെ പുറത്ത് പോയതാണ് ഈ കാര്യങ്ങൾ. ഇത് മിഷലിനുള്ള പ്ലേറ്റ് ആയതുകൊണ്ട് മിഷലിൻ്റെ ബേബി കട്ട്ലറ്റും കൂടെ ഇതിൽ വെക്കുകയാണ്. സെക്കൻഡ് പ്ലേറ്റ്. ഇനി തേർഡ് പ്ലേറ്റും കൂടെ സെറ്റ് ചെയ്തേക്കാം. ചോറ്,
കറി, അച്ചിങ്ങ ഉലക്കിയത്, പിന്നെ മോര് കറി. തൈര് കറി ആക്ച്വലി. ഇത്രയൊക്കെ റെഡിയായി പ്ലേറ്റിൽ മാക്കി മുന്നിലിരിക്കുമ്പോൾ ഞാൻ സംസാരിച്ച് സമയം കളയരുതല്ലോ അല്ലേ. എനിവേ ഇറ്റ് വാസ് നൈസ്. എന്താ പറയണ്ടേ, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാക്കാൻ. പക്ഷെ എന്നാലും ഐ എൻജോയ്ഡ് മൈ ഡേ അലോങ് വിത്ത് മൈ ഡോട്ടർ. അപ്പോൾ നിങ്ങൾക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഓർത്തേക്കണേ. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഫോർ ദ ടൈം ബീയിങ്, ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.